കോൺക്രീറ്റ് ഇതുപോലെ ഈ രീതിയിലാകാൻ കുറേ ആളുകളുടെ പ്രയത്നമുണ്ട്. അത് നമ്മൾ കണ്ടറിയണം. അതൊന്ന് കാണിച്ചു തരാം. ഒരാൾ വൈകിക്കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവരും വൈകും. അതാണ് ഇതിനുള്ള പ്രത്യേകത. അപ്പോൾ ഏത് ഭാഗമാണോ ആളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഭാഗം അതായത് കറക്റ്റ് ടൈമിൽ എത്തണം. എത്തിയില്ല എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് അവിടെ വൈകും. കോൺക്രീറ്റ് വൈകി കഴിഞ്ഞാൽ മുകളിലും വൈകും. അപ്പോൾ ഇവർ എത്ര ആളാണോ വർക്ക് ചെയ്യുന്നത് അവരെല്ലാവരും 20 പേരാണെങ്കിൽ 20 പേരും ഒരേ രീതിയിൽ വർക്ക് ചെയ്യണം. എന്നാലേ ഈ പണി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മുംതാസ്, കോൺക്രീറ്റിൻ്റെ എല്ലാ ഭാഗവും അതിൽ പല പാട്ടാണ്. ഷവല്, മെറ്റലിടുന്ന ആൾ, എംസാൻ ഇടുന്ന ആൾ, സിമെൻ്റ് ഇടുന്ന ആൾ, ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ, ഈ ഷവൽ കുത്തുന്ന ആൾ ഏകദേശം 70-50 ചാക്ക് ഒറ്റയ്ക്ക് അവർ ഇതേപോലെ മറ്റുള്ളവർക്ക് ചട്ടിയിലാക്കി കൊടുക്കും. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കൽ അവരാണ്. കാരണം അവരുടെ ഊര ഇത് നമ്മൾ സാധാരണക്കാരെ ആളെ 2 ഷവലിട്ടാൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. ഈ ഒരു സ്റ്റെപ്പ് കയറാൻ തന്നെ നല്ല പ്രയാസമാണ്. ഇത് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഫ്ലോറാണ് ഇത്ര ഹൈറ്റ് വരില്ല, ഇത്ര സ്ലോപ്പും കമ്മിയാവും. ഈ സ്ലോപ്പ് കൂടുന്നിടത്തോളം നമുക്ക് ഭയങ്കര പ്രയാസമാണ് മുകളിലോട്ട് കയറാൻ. അത് പണ്ടത്തെ രീതി പറഞ്ഞാൽ നമ്മൾ ഹൈറ്റ് ഇട്ട് ചട്ടി കൈമാറ്റം ചെയ്ത് മുകളിലോട്ട് എത്തിക്കുന്ന രീതിയായിരുന്നു. അത് പല രീതിയിലാണ് ചെയ്യുന്നത്. ഇതിലും ഇന്ത്യക്കാർ കൂടുതലും ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. എന്തായാലും ഭയങ്കര പ്രയാസമാണ്. അത് ഇവരെ കൊണ്ടേ കഴിയൂ. നമ്മളെ മലയാളീസോ ഇവരെ കൊണ്ടൊന്നും കഴിയൂല. സമ്മതിക്കണം അല്ലേ?